10 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം തന്നെയാണ് ഈ ഒരു ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത്. പല വേദികളിലും പല അഭിമുഖങ്ങളിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. നമുക്കിനി അടുത്തത് ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കണം, അതെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും അതിന് കഴിയണം എന്നുള്ളത്. അതൊരു ഒരു ഒരു ആർക്കെങ്കിലും അതിനുള്ളൊരു സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു അത്. കാരണം നമ്മൾ തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങളും പൊതുവെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ളവർക്കും കൂടിയും പ്രോത്സാഹനമാകുക എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടത്. പക്ഷേ എങ്ങനെ അത് ചെയ്യും എന്നുള്ളത് ഈ പറയുമ്പോഴൊന്നും അതെങ്ങനെ നടക്കും എന്നുള്ളതിനൊരു ധാരണ എനിക്ക് ഉണ്ടായിട്ടുണ്ടായില്ല. പക്ഷേ ഒരു പരിശ്രമം തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മീഡിയത്തിൽ നമുക്ക് ഐസിൽ ചെയ്യാൻ പറ്റും, എവിടെ വെച്ച് ചെയ്യാൻ പറ്റും. ഈ ഐസ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മഞ്ഞിൻ്റെ മുകളിൽ ഒരു ചിത്രം ചെയ്യാം. മണാലി അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിലാണ് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലം എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പോകാനുള്ളൊരു തെരുവ്. അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല, കാരണം നമുക്ക് ഒരുപാട് പൈസ ചിലവുള്ളൊരു കാര്യം കൂടിയാണ്. അവിടെ ഒരു ദിവസം നമുക്ക് എന്താ പറയുക, നമ്മളെ ഡ്രസ്സ് തന്നെ ഒരു 3 ജോഡി ഡ്രസ്സ് തന്നെ ധരിച്ചാൽ നമുക്ക് അവിടെ ആ കാലാവസ്ഥയിൽ ഇറങ്ങി നടക്കാൻ തന്നെ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് -12 മുതൽ 20 വരെയുള്ള സമയം, -20, -18, -14 ചില സമയങ്ങളിലൊക്കെ വരുന്നത്. പകൽ സമയങ്ങളിലാണ് ഈ 12 -12 ഉള്ളത്. അവിടെ വെയിലുണ്ടെങ്കിൽ പോലും ആ തണവ് ഭീകരമാണ്. അപ്പോൾ ആ കാലാവസ്ഥയിൽ നമുക്ക് നിൽക്കണമെങ്കിലും നടക്കണമെങ്കിലൊക്കെ ഈ 3 ജോഡി ഡ്രസ്സ് നമ്മൾ ധരിക്കണം. സൂട്ടും കോട്ടും എല്ലാം അടക്കം കണ്ണിൻ്റെ കുറച്ച് ഭാഗം മാത്രം അല്ലെങ്കിൽ മാത്രമേ പുറത്ത് കാണുള്ളൂ. ബാക്കിയൊക്കെ ഗ്ലൗസ് അടക്കം നമ്മൾ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. മാത്രമല്ല അവിടുത്തെ ഒരു ഓക്സിജൻ ലെവൽ എന്ന് പറയുന്നത് വളരെ താഴെയാണ്. നമുക്ക് 2 അടി നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കിതയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. നമുക്കൊരു ഷൂ ഇടാനായിട്ട് കുമ്പിട്ടാൽ പോലും നമ്മൾ കിതയ്ക്കുന്നുള്ളതാണ്. അത്ര എന്താ പറയുക, ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. സാധാരണ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ ഒരു തണുപ്പ് കൂടുന്നൊരു സമയം. ആ സമയങ്ങളിൽ അവിടത്തുള്ള ആളുകൾ, ഇപ്പോൾ ഈ ലഡാക്ക് ഏരിയയിലുള്ള ആളുകളെല്ലാവരും ചാണ്ഡിഗഡിലാണ് പോയി താമസിക്കുന്നത്. കാരണം അവിടുത്തെ കാലാവസ്ഥയുടെ ഭീകരാവസ്ഥ അവർക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ കുറേ പട്ടാളക്കാരും കുറച്ച് കച്ചവടക്കാരും മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സീസൺ ടൈമല്ല. പല റോഡുകളും മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് വണ്ടിയോ ട്രെയിനോ ഒന്നും ആ ഭാഗത്തേക്ക് ചെല്ലൂല. ഫ്ലൈറ്റ് മുഖേന മാത്രമാണ് നമുക്കവിടെ എത്താൻ സാധിക്കും. അത് ലേയിൽ എയർപോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡൽഹി വഴി നമുക്ക് ലേയിലേക്ക് ചേരാൻ സാധിക്കും. അവിടെ ചെന്നതിന് ശേഷം 1.5 ദിവസത്തോളം ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു. കാരണം അവിടുത്തെ കാലാവസ്ഥയുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ അവർ നിർബന്ധമായിട്ടും അവിടുത്തെ ആളുകൾ നമ്മളെ നിർദ്ദേശിക്കാനുണ്ടായത്. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡയറക്ഷനൊക്കെ പലരും തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനൊരു സ്പോൺസറെ നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസം ഒരു മെഡിറ്റേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഇടുക്കി ഭാഗത്ത് വരാൻ പോകുന്ന വലിയൊരു ശില്പത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ടീമാണ് കൈലാസം പ്രൊജക്റ്റ്. നമ്മൾ കൈലാസത്തിലാണ് ഇതിനൊരു ഇണങ്ങി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈലാസത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ചിത്രം ചെയ്യാൻ പോകുന്നത്. ശിവരാത്രിയുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് നമ്മളൊരു ചിത്രം ചെയ്യുന്നത്. ശിവഭഗവാന്റെ ഒരു ചിത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കേരളത്തിൽ ഈ കൈലാസം പ്രൊജക്റ്റാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എല്ലാം കൂടി ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു സമയമാണ്, ഈ കൃത്യമായ സമയം എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ ഒരു ശിവരാത്രി ടൈമിൽ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ നമുക്കവിടെ പോയി നമുക്ക് ആ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഡ്രോൺ ഉപയോഗിക്കണമെങ്കിൽ മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് അവരുടെ പോലീസ് സാങ്ഷൻ, മജിസ്ട്രേറ്റിൻ്റെ സാങ്ഷനൊക്കെ വേണം. മാത്രമല്ല പട്ടാളക്കാരുടെ സപ്പോർട്ടും കൂടി ഇല്ലാണ്ട് ഇത് നടക്കില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ളൊരു മേജർ ജനറലായിട്ടുള്ള വിവേകാനന്ദൻ എന്ന് പറഞ്ഞൊരു സാറാണ് ഞങ്ങൾക്ക് അവിടുത്തെ അദ്ദേഹം റിട്ടയറായിട്ട് ഏതാണ്ട് ഒരു 12 വർഷത്തോളമായി. അദ്ദേഹത്തിൻ്റെ പഴയ പരിചയം വെച്ചിട്ട് അവിടെ വിളിച്ച് സംസാരിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ, നമ്മളുടെ ഈ ചിത്രം തുടങ്ങുന്നത് പോലെ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കാനായിട്ടൊരു പട്ടാളക്കാരനെ ഏർപ്പെടുത്തുകയും അവിടുത്തെ പോലീസിൻ്റെയും മജിസ്ട്രേറ്റിൻ്റെയൊക്കെ ഡ്രോൺ ഷോട്ട് ചെയ്യാനുള്ള ആ റീജൻസിയിലുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള പെർമിഷനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ആദ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഒരു പേപ്പർ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ ഒരു സപ്പോർട്ടില്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി പകുതിയോടുകൂടിയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ കൂടുതൽ ജലാശയങ്ങളൊക്കെ ഐസായി മാറുന്നൊരു സമയമാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പുഴകളും
നദികളും അതുപോലെ തടാകങ്ങളുമൊക്കെ അതിലുള്ള വെള്ളം മുഴുവൻ മുകൾ ഭാഗം ഐസായിട്ട് കനം പിടിച്ച് ഒരു ഗ്രൗണ്ട് പോലെ ആയിത്തീരുന്നൊരു സമയമാണ്. അവിടുത്തെ ജനങ്ങൾ തന്നെ സ്കേറ്റിങ്ങിനൊക്കെ ആ സമയത്ത് ഇറങ്ങാറുണ്ട്, വണ്ടി ഓടിക്കാറുണ്ട്, ടൂ വീലറും അതുപോലെ തന്നെ സൈക്കിളും ബൈക്കും ജീപ്പ് വരെ ഓടിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല, കാരണം അവിടെ ഒരു ജീപ്പ് കൊണ്ടുപോയിട്ട് പുഴയിൽ മുങ്ങിപ്പോയി. പുഴയിൽ എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ചതാണ്, പക്ഷേ പുഴയിൽ മുങ്ങിപ്പോയിട്ട് 2 പേര് മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് പോകാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം പോലീസിൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഒരു 3-4 സ്ഥലങ്ങളിലായിട്ട് മഞ്ഞ് കൂടുതലുള്ള ഏറ്റവും നമ്മുടെ ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. അവിടെ പോയിട്ടും ഞങ്ങൾ മഞ്ഞിലൊക്കെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കി. നമുക്ക് ഏത് പെയിൻറ്റ് ഉപയോഗിച്ച് ഈ മഞ്ഞിൽ ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ പെയിൻറ്റ് കടകളിൽ കിട്ടുന്ന പെയിൻറ്റുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഐസിൻ്റെ പുറത്തും ഈ പറഞ്ഞ തടാകത്തിൻ്റെ മുകളിലൊക്കെ നമ്മൾ പല പെയിൻറ്റുകൾ ഉപയോഗിച്ച് ചെയ്തു. കളർ പൗഡറുകൾ പൊടി തൂകി നോക്കി, അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ അടിച്ച് നോക്കി, അതുപോലെ തന്നെ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് നോക്കി, അതുപോലെ എമൽഷൻ പെയിൻറ്റ് നമ്മൾ ഭിത്തിക്കൊക്കെ അടിക്കുന്ന എമൽഷൻ പെയിൻറ്റ് ഉപയോഗിച്ച് നോക്കി. അങ്ങനെ ഏറ്റവും വെള്ളവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റാണ് എമൽഷൻ പെയിൻറ്റ് എന്ന് പറയുന്നത്. ആ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഐസിൻ്റെ മുകളിൽ ചിത്രം വരയ്ക്കാൻ ഈ പെയിൻറ്റ് വളരെയധികം കൃത്യമാണെന്ന് മനസ്സിലായത്. മാത്രമല്ല നമ്മുടെ ഇവിടെ സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്ന വെള്ളം പോലുള്ള അല്ലെങ്കിൽ കുറുക്ക് പോലുള്ള ഈ ഒരു എമൽഷൻ പെയിൻ്റ് അല്ല, അവിടുത്തെ കാലാവസ്ഥയിൽ അതൊരു ടൈറ്റായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാണ് അത് ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അവിടുത്തെ ഐസിൻ്റെ മുകളിൽ നേരിട്ട് ബ്രഷിനടിക്കുക, നമ്മൾ പറയുന്ന ഐസുമ്മ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് തന്നെയാണല്ലോ നമുക്ക് അതിനെ മാറ്റി കുറിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസുമ്മൽ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എമൽഷൻ പെയിൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐസിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ കണ്ടെത്തിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രമല്ല, 2 മലകൾക്ക് നടുവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. അവിടെ ചെന്നാൽ തന്നെ നമുക്ക് വലിയൊരു ഗ്രൗണ്ട് പോലെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രദേശമാണ്. അതിൻ്റെ കുറച്ച് കരയോട് ചേർന്നിട്ടുള്ളൊരു ചെറിയ സ്ഥലത്താണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. കരയോട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ്. കാരണം വെള്ളത്തിൻ്റെ കൂടുതൽ നമ്മൾ ചവിട്ടുമ്പോൾ ചിലപ്പോൾ താന്നു പോകുന്ന സ്ഥലങ്ങളായിരിക്കും, കനം കുറവായിരിക്കും. പക്ഷേ ഒരു 20 അടി മാറിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കനത്തിലാണ്, സിമൻറ്റ് തറ പോലെയാണ്, ഒരു പച്ച കളറിലാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ കളർ, ഇങ്ങനെ പച്ച കളറിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കയറി നിൽക്കാം. ഒരു ധൈര്യത്തോടു കൂടി തന്നെ നമ്മൾ കയറുകയും അതിൻ്റെ ഗ്രാഫ് ചെയ്തിട്ട് ഒരു 30 അടി വലുപ്പത്തിൽ വരയ്ക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നമ്മൾ ആ ഒരു വലിയ ഏരിയയിൽ 30 അടി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി പോകുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ വലിയ ചിത്രങ്ങൾ ചെയ്ത് പരിചയമുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമുക്കൊരു 70 അടിയെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ വലിപ്പം 70 അടി വലിപ്പത്തിലാണ് ഭഗവാന്റെ ഒരു ചിത്രം നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. അത് ഈ ഐസായി കിടക്കുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നു, വെള്ള കളറിൽ ഇങ്ങനെ കിടക്കുന്നു. അതിൽ കുറേ ഭാഗങ്ങൾ മഞ്ഞൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടാണ് ഈ ഒരു എന്താ പറയുക സ്കെച്ച് ചെയ്യുന്നതും ഈ എമൽഷൻ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇതിനും പ്രത്യേകമായിട്ട് അന്തരീക്ഷത്തിൻ്റെ താപനില, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ താപനിലയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ നമ്മുടെ നാട്ടിലൊക്കെ ഐസും കട്ടിൽ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റാത്തത് പെയിൻറ്റ് ഉരുകുന്നതുകൊണ്ടല്ല, ഐസ് ഉരുകുന്നതുകൊണ്ടാണ്. ചൂട് സമയത്ത് നമുക്ക് ഐസ് ഇങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കും, അപ്പോൾ പെയിൻറ്റ് നിൽക്കില്ല. പക്ഷേ അവിടുത്തെ കാലാവസ്ഥയിൽ തണുത്ത കാലാവസ്ഥയിൽ ഐസ് ഉരുകുന്നില്ല. ആ ഒരു ഉരുകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പെയിൻ്റ് അടിച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അതവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലായത്. പക്ഷേ വെയിൽ വരുമ്പോൾ ഐസ് ഉരുകും. ഞങ്ങൾ ചെല്ലുന്ന സമയം ശിവരാത്രി ടൈം എന്ന് പറയുന്നത് ഐസ് ഉരുകുന്ന സമയമാണ്. പല സ്ഥലങ്ങളും ഞങ്ങൾ ചെന്ന ഇതൊക്കെ ഐസ് ഉരുകി പുഴ പോലെ ആയി അല്ലെങ്കിൽ വെള്ളം മാത്രമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവസാനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം നല്ല ഉറച്ച പാറ പോലെ ഉറച്ചൊരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം, താപനിലയുടെ ഒരു കാര്യം, അതനുസരിച്ച് നമ്മൾ തലേ ദിവസം 4 മണിയോട് വെയിലാറിയപ്പോൾ തന്നെ നമ്മൾ സ്കെച്ച് ചെയ്ത് തുടങ്ങി. രാത്രി നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ -18ഉം 20ലേക്കും പോകുമ്പോൾ തണുപ്പ് കൂടുന്നത് കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ തൊട്ടും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി. അന്നത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് 6 മണിക്ക് തിരിച്ചെത്തി. ഒരു മല ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്കവിടെ ഈ പെയിൻറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്
ഈ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അവിടേക്ക് റോഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ റോട്ടിൽ നിർത്തിയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഒരുപാട് പേരുടെ ഞങ്ങൾ 4 പേരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് തന്നെ. ഞാനും എൻ്റെ മകൻ ഇന്ദ്രജിത്തും അതുപോലെ തന്നെ ക്യാമറമാൻ സിംബാദും അതുപോലെ നമ്മളുടെ സ്പോൺസറായിട്ടുള്ള ആചാര്യ ആർ വിശ്വനാഥും കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അവിടേക്ക് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഒരു പട്ടാളക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഡ്രൈവറും ഒരു കാർ ഡ്രൈവറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ 6 പേരാണ് ആ സ്ഥലത്ത് എത്തുന്നതും ഈ അന്നത്തെ രാവിലെ തുടങ്ങിയിട്ട് 11 മണിയോടുകൂടി നമ്മളുടെ ചിത്രം പൂർത്തിയാക്കി. പക്ഷേ വെയിൽ വന്ന് ഐസ് ഉരുകാൻ തുടങ്ങി. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അടിയിൽ നിന്ന് ഇങ്ങനെ ഐസ് വിള്ളുന്നതിൻ്റെ പടപടാന്നുള്ള പല ഭാഗങ്ങളിലായിട്ടുള്ള ശബ്ദങ്ങൾ. അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പലരും പേടിച്ച് ക്യാമറാമാനൊക്കെ വേഗം കരയിലേക്ക് മാറി ഹെലിക്യാമിൽ ഡ്രോൺ ഷോട്ടിലായി പുള്ളി പിന്നെ ഷോട്ട് ചെയ്യുന്നത്. കാരണം അത്രയും പേടിയോടുകൂടിയാണ്. പക്ഷെ നമ്മൾ തുടങ്ങിപ്പോയില്ല, എന്തായാലും ഇത് ചെയ്ത് തീർത്തട്ടെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി കൊണ്ട് തന്നെ നമ്മളത് തീർത്തു. പിന്നെ അടിയിൽ വെള്ളത്തിൻ്റെ ഒരു സമ്മർദ്ദം, ഈ വെള്ളം അടിയിലുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും. കാരണം അടിയിൽ നിന്നുള്ളൊരു പ്രഷർ നമുക്ക് കിട്ടാറുണ്ട്, ഈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. 4-5 അടി കനം കഴിഞ്ഞാൽ പിന്നെ അടിയിൽ വെള്ളം തന്നെയാണ്. സെൻറ്ററിലൊക്കെ ആണ്ട് 100 അടി താഴ്ചയൊക്കെ ഉണ്ടെന്നാണ് അവിടെ ഉള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ തന്നെ നമ്മൾക്ക് കേൾക്കുന്നുണ്ട് ഈ വെള്ളത്തിന് മുകളിലൂടെ നടന്ന് കനം കുറഞ്ഞ സ്ഥലത്ത് വെള്ളത്തിനടിയിൽ പോയിട്ട് പലരും മരിച്ച കഥകളൊക്കെ. അപ്പോൾ ഇത്തരം വർക്കുകൾ വളരെ സാഹസികമായിട്ട് ചെയ്യുന്ന വർക്കുകളായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കരയിൽ നിന്ന് ഏതാണ്ട് 20 അടി മാറി പിന്നെ ഒരു 70 അടിക്കാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 90 അടിയോളം ഞങ്ങളായ ഒരു പുഴയുടെ മധ്യഭാഗത്തിൻ്റെ അടുത്ത് വരെ ഞങ്ങൾ പോയി എന്നുള്ളതാണ്. അവിടുത്തെ പട്ടാളക്കാരൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, സെൻറ്ററിലേക്ക് അധികം പുഴയുടെ സെൻറ്ററിലേക്ക് അധികം പോകരുത്. കാരണം അവിടെ കനം വളരെ കുറവായിരിക്കും, അപകടം സംഭവിക്കാൻ സാധ്യത എപ്പോഴും കനം കുറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് മാത്രം നമ്മൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു പ്രത്യേക നിർദ്ദേശം തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളായ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് നമ്മളായ ഒരു ചിത്രം ചെയ്തത്. അതുപോലെ ചിത്രം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മുകളിൽ കയറിയിട്ട് നമുക്കൊരു ചിത്രം അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇപ്പോൾ തല മുതൽ നെറ്റി, കണ്ണ്, മൂക്ക്, ചുണ്ട് അങ്ങനെ പോകണം നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ എന്നെ പെയിൻറ്റിങ്ങിൽ സഹായിക്കാനായിട്ട് ഒരാൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മകനാണ് ഇന്ദ്രജിത്ത്. അവനും വ്യത്യസ്തമായിട്ട് പല രീതിയിലൊക്കെ ചിത്രങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില വർക്കുകളിലൊക്കെ ഞാൻ അവൻ്റെയും കൂടി സഹായം തേടാറുണ്ട്. അവൻ മധ്യപ്രദേശിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നാണ് അവൻ എന്നെ സഹായിക്കാനായിട്ട് ലേയിലേക്ക് വന്നതും പോകുന്നതൊക്കെ. അപ്പോൾ അവനും കൂടി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഈ ചിത്രം ഈ 6 മണിക്കൂർ സമയം കൊണ്ട്, പെട്ടെന്ന് കുറഞ്ഞ സമയമാണ് ശരിക്കും പറഞ്ഞാൽ. തലേ ദിവസം 2 മണിക്കൂർ ചെയ്തു, പിറ്റേ ദിവസം 4 മണിക്കൂർ കൊണ്ടാണ് നമ്മളത് തീർക്കുന്നത്. അപ്പോൾ മൊത്തം 6 മണിക്കൂറിലാണ് ഈ 70 അടി വലിപ്പത്തിലുള്ള ചിത്രം വളരെ സ്പീഡിൽ. കാരണം വെയിൽ വന്നാൽ ഇതെങ്ങനെ ആവുമെന്ന് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. കാരണം ഏത് നിമിഷവും ചിലപ്പോൾ ഈ ഐസൊക്കെ തകർന്ന് വെള്ളമാവും. കാരണം 2 ദിവസം കഴിഞ്ഞു ഞങ്ങൾ ആ സ്ഥലം വീണ്ടും ഒന്ന് ആ ചിത്രം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും അന്താളിച്ച് നിന്ന് പോയത്. കാരണം ആ സ്ഥലങ്ങൾ മുഴുവൻ മൊത്തം വെള്ളമായി മാറി. അപ്പോൾ ഒരു വലിയൊരു നദിയായി മാറി. അവിടെ കുറേ പാട പിടിച്ച പോലെ കുറച്ച് ഐസ് കഷ്ണങ്ങൾ മാത്രം അതിൻ്റെ മുകളിൽ നിന്ന് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണോ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്നുള്ളൊരു അത്ഭുതാവഹമായിട്ടുള്ളൊരു ദൈവം രക്ഷിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ആശ്വാസമായിട്ട് നിന്ന ഒരു സമയമായിരുന്നു അത്. അപ്പം അങ്ങനെ നിരവധി മീഡിയങ്ങൾ നമുക്ക് ആഗ്രഹിച്ചാൽ, ഇപ്പോൾ തീക്കട്ടയിൽ നമുക്ക് ഒരു ചിത്രം ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആഗ്രഹിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, പരിശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അവിടെ തണുപ്പ് ചില സമയങ്ങളിലൊക്കെ വല്ലാണ്ട് കൂടും. അപ്പോൾ നമ്മൾ ഈ അവിടെയുള്ള ചെറിയ വിറക് ഉള്ളികളൊക്കെ ഇട്ട് തീയൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്നത് തന്നെ. ഇപ്പം ഇതിൽ പലരും ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ആചാര്യ എങ്ങനെയാണ് ഞങ്ങളെ കൂടെ വന്ന അദ്ദേഹം ഒരു സ്വാമിജി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ശിവഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സീനിൽ അദ്ദേഹം ഒരു മേൽവസ്ത്രം പോലും ഇല്ലാണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ആളുകൾ ചോദിച്ചു, ഇതെന്താണ് ഇദ്ദേഹത്തിന് മാത്രം തണുപ്പ് ബാധിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു നിമിഷത്തെ കാര്യങ്ങളാണ്. കുറച്ച് അദ്ദേഹം ഫുൾ സൂട്ടിൽ തന്നെയായിരുന്നു, നമ്മളെല്ലാ സൂട്ടും കോട്ടും ഗ്ലൗസൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആ നിമിഷം ആ വേഷത്തിൽ തന്നെ നിന്ന് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത് നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. ഞാനിപ്പോൾ ഐസൻകട്ടയിൽ പെയിൻ്റ് അടിക്കാൻ ശ്രമിച്ചതിട്ട് നടന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരത്തിന് ഷർട്ടൊക്കെ മാറ്റി നിൽക്കണമെന്ന് തോന്നി അത് ചെയ്യാൻ സാധിക്കും. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ
തന്നെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടില്ലേ, ഐസുമ്മ കിടന്ന് ഉരുളുന്നതും ഷർട്ടൊക്കെ ഊരി ഡാൻസ് ചെയ്യുന്ന പല റീലുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സമയത്തിന് അദ്ദേഹം ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് അദ്ദേഹം ഒന്ന് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സീനാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടത്. അപ്പം ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നത് തുടക്കം മുതലേ അവസാനം വരെയൊക്കെയുള്ള എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ മറ്റുള്ളവരും കൂടിയും അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ വീഡിയോകൾ, അതിൻ്റെ എന്താ പറയുക നിർമ്മാണ വീഡിയോ ഞാൻ ചെയ്തിടാറുണ്ട്. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രചോദനമാവെങ്കിൽ അത് ഒരു നല്ല കാര്യമായില്ലേ എന്നാണ് ഞാൻ കരുതിയത്. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ യാതൊരുവിധ വരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന വർക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഉണ്ടാക്കി ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താ പറയുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്, ആർക്കെങ്കിലും പ്രചോദനമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID-യിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ നിങ്ങൾക്ക് പോയാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും അതിൻ്റെ നിർമ്മാണ വീഡിയോകളും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡാവിഞ്ചി സുരേഷ് ക്രിയേഷൻസ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ ഡാവിഞ്ചി സുരേഷ് സെക്കൻഡാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ID. ഡാവിഞ്ചി സുരേഷ് സെക്കൻഡ് തന്നെയാണ് ഫേസ്ബുക്കിലുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പോയാൽ എൻ്റെ വീഡിയോകൾ കാണാൻ സാധിക്കും. സപ്പോർട്ട് ചെയ്യും. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.